ഇന്ന് നമ്മൾ നോക്കാൻ പോവുക എന്താണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്. അതിൽ തന്നെയും സ്റ്റാൻഡേർഡ്സ് ഓഫ് ലെന്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അതിനു മുമ്പ് ആദ്യം എന്താണ് സ്റ്റാൻഡേർഡിൻ്റെ പർപ്പസ് എന്താണ്? അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ തന്നെ ആദ്യം തന്നെ എടുക്കാം. നമുക്ക് 2 രാജ്യങ്ങളെടുക്കാം. അപ്പം നമുക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട്, അതൊരു 2 രാജ്യം എടുക്കാം. ഒരു രാജ്യത്തെ അവിടുത്തെ മെട്രോളജി സിസ്റ്റം അനുസരിച്ച് 1 മീറ്റർ എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണെന്ന് കരുതുക. വേറൊരു രാജ്യത്ത് 1 മീറ്റർ എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണെന്ന് കരുതുക. ഇനി വേറെയും രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടെയും 1 മീറ്റർ ഇത്രയും ആണെന്ന് കരുതുക. മീൻസ് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഓരോ രാജ്യത്തിലും അവരുടേതായ ഒരു മെഷർമെൻറ്റ് സിസ്റ്റം അനുസരിച്ച് 1 മീറ്റർ എന്ന് പറയുന്ന അവർ ഡിഫറൻറ്റ് ലെന്ത് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മീൻസ് ഓരോ രാജ്യത്തെയും 1 മീറ്റർ എന്ന് പറയുന്ന ഡിഫറൻറ്റ് ലെന്താണ്. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഉള്ളത് എന്ന് കരുതുക. അപ്പം അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്ത് നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം അവരുടേതായ ആ ഒരു 1 മീറ്റർ നീളത്തിൻ്റെ ബേസിലായിരിക്കും. ദെൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും നടക്കാതെ വരും. കാരണം ഒരു രാജ്യത്ത് നിർമ്മിച്ച ഒരു പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ അല്ല അത് മാത്രമല്ല, ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും രീതിയിലൊരു മെയിൻ്റനൻസ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അത് മാനുഫാക്ചർ ചെയ്ത് അതേ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം അതിൻ്റെ പാർട്സൊക്കെ ആ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. മറ്റു രാജ്യത്ത് അതേ സൈസിലുള്ള പാർട്സ് കിട്ടത്തില്ല. കാരണം അവിടുത്തെ 1 മീറ്റർ എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നീളമാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ വരും. രാജ്യങ്ങൾ തമ്മിൽ ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോസിബിൾ അല്ലാതെ വരും. അങ്ങനെയുള്ള കേസിൽ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ രാജ്യത്തെയും പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഒരു യൂണിഫോമിറ്റി നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡിനെ സെറ്റ് ചെയ്യും. എന്താണ് ആ സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്? ജസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാവരും കൂടെ ചെയ്ത് എല്ലാ പ്രതിനിധികളും കൂടെ ചേർന്ന് സെറ്റ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ് അവർ 1 മീറ്റർ എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ് എന്നുള്ളത് അവിടെ അംഗീകരിക്കുന്നു, സെറ്റ് ചെയ്യുന്നു. മീൻസ് അവിടെ ഓരോ രാജ്യക്കാർക്കും 1 മീറ്റർ എന്ന് പറയുന്നത് ഈ സെയിം ദൂരം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടി ഒരു പർട്ടിക്കുലർ ലാബ് അറേഞ്ച്മെൻറ്റിൽ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കും. ആ പ്രോട്ടോടൈപ്പിൽ വെച്ചുകൊണ്ട് ഇത്ര ദൂരം ഇത്ര മീറ്റർ ആണെന്ന് സ്ഥാപിക്കും. ദെൻ ആ ഒരു ദൂരം അതിൻ്റെ ബേസിലായിരിക്കും മെഷർമെൻറ്റ് സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. മീൻസ് ഓരോ രാജ്യക്കാരും ഈ ഒരു സെയിം സ്റ്റാൻഡേർഡിൻ്റെ ബേസിലായിരിക്കും അവരുടേതായ മെഷർമെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡ് വന്നുള്ള ഗുണം എന്താണ്? എല്ലാ രാജ്യത്തും 1 മീറ്റർ എന്ന് പറയുന്നത് ഒരേ ഒരു ദൂരമായി മാറും. അതുപോലെ തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ലെന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഇതിപ്പോൾ നമ്മൾ ലെന്തിന് വേണ്ടി മാത്രമാണ്. വെയിറ്റ് ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അങ്ങനെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് വേണം. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇൻ ഓർഡർ ടു മേക്ക് ഇൻഫോർമാലിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ത്രൂ ഔട്ട് ദ വേൾഡ് എ സ്റ്റാൻഡേർഡ് ഈസ് ഫോളോഡ്. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇൻഫോർമാലിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ത്രൂ ഔട്ട് ദ വേൾഡ് എ സ്റ്റാൻഡേർഡ് ഈസ് ഫോളോഡ്. അപ്പോൾ ഒരു നോൺ യൂണിഫോമിറ്റി ഉണ്ട് എങ്കിൽ ആ യൂണിഫോമിറ്റി മാറ്റി യൂണിഫോം ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് സിസ്റ്റം ത്രൂ ഔട്ട് ദ വേൾഡ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു സ്റ്റാൻഡേർഡ്. ദ റോൾ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഈസ് ടു അച്ചീവ് യൂണിഫോം, കൺസിസ്റ്റൻറ്റ് ആൻഡ് റിപ്പീറ്റബിൾ മെഷർമെൻറ്റ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. then ഈ കാണുന്നതാണ് SI യൂണിറ്റ്സ്, ലെന്തിൻ്റെ മീറ്റർ, മാസിൻ്റെ കിലോഗ്രാം. ദെൻ ഇതാണ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ദെൻ സിസ്റ്റംസ് ഓഫ് മെഷർമെൻറ്റ്. എന്തൊക്കെയാണ് മെഷർമെൻറ്റ് സിസ്റ്റംസ്? അത് ഫസ്റ്റ് വണ്ണാണ് FPS സിസ്റ്റം, ഫുട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ലെന്തിന് യാർഡ് ഇതായിരിക്കും അവിടുത്തെ യൂണിറ്റ്. മാസ്, വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സിനെ പൗണ്ട് എന്നായിരിക്കും അവിടെ വിളിക്കുക. ടൈമിനെ സെക്കൻഡ്, ടെമ്പറേച്ചറിനെ ഡിഗ്രി ഫാരൻഹീറ്റ്.
ഇനി മെട്രിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ലെന്ത് മീറ്ററിലായിരിക്കും, മാസ് കിലോഗ്രാമിലായിരിക്കും, ടെമ്പറേച്ചർ ഡിഗ്രി സെൻറ്റിഗ്രേഡിലായിരിക്കും. ഇനി SI സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെന്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ട് ആംബിയർ, ടെമ്പറേച്ചർ കെൽവിൻ, ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. അപ്പോൾ ഇതാണ് 3 സിസ്റ്റം: FPS സിസ്റ്റം, മെട്രിക് സിസ്റ്റം, ദെൻ SI സിസ്റ്റം. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്. അപ്പോൾ നമ്മളിനി എന്തൊക്കെയാണ് ഈ ലെന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്? അപ്പോൾ അതിൽ നമുക്ക് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്: ലൈൻ സ്റ്റാൻഡേർഡ്, എൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് വേവ് ലെങ്ത് സ്റ്റാൻഡേർഡ്. ദെൻ എന്താണ് ലൈൻ സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ അതിലൊരു ഹിസ്റ്ററിയാണ് സ്റ്റാൻഡേർഡിൻ്റെ. അപ്പോൾ നമുക്ക് ലൈൻ സ്റ്റാൻഡേർഡ്, ആ പേര് പോലെ തന്നെ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. അതായത് ഇവിടെ നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോടൈപ്പാണ്. മീൻസ് ആ പ്രോട്ടോടൈപ്പിലാണ് നമ്മൾ ഒരു കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് അതിനെ റെഫറൻസ് ചെയ്താണ് ബാക്കിയുള്ള മെഷർമെൻറ്റ് സിസ്റ്റം എല്ലാം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ലൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ആ പ്രോട്ടോടൈപ്പിൽ 2 ലൈൻസ് ഉണ്ടാകും. ഈ 2 ലൈനിനിടയ്ക്കുള്ള ദൂരമായിരിക്കും 1 മീറ്റർ, അല്ലെങ്കിൽ 2 ലൈനുകൾക്കിടയിലുള്ള ദൂരമായിരിക്കും 1 യാർഡ്. അപ്പം അത്തരത്തിൽ ലൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ when the length being measured is expressed as the distance between 2 lines, this is known as line standard. ഈ ലൈൻ സ്റ്റാൻഡേർഡ് നമുക്ക് 2 ഉണ്ട് പഠിക്കാൻ: ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്ററും. ഈ രണ്ടും 2 പ്രോട്ടോടൈപ്പാണ്. ഒരു പ്രോട്ടോടൈപ്പിൽ 2 ലൈൻസ് ഉണ്ട്. ആ 2 ലൈൻസിനിടയ്ക്കുള്ള ദൂരം 1 മീറ്ററിന് എടുത്തു. വേറൊരു പ്രോട്ടോടൈപ്പിലും 2 ലൈൻസ് ഉണ്ട്. ആ 2 ലൈൻസിനിടയ്ക്കുള്ള ദൂരം 1 യാർഡ് നടത്തും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റാൻഡേർഡ്, ഇതാണ് ഫസ്റ്റ് നിർമ്മിക്കുന്ന പ്രോട്ടോടൈപ്പ്. ഇത്ര ദൂരം ഇത്ര മീറ്റർ, അല്ലെങ്കിൽ ഇത്ര ദൂരം ഇത്ര യാർഡ് എന്ന് പറയാൻ ത്രൂ ഔട്ട് ദ വേൾഡ് കോമൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ്. ദെൻ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ റെപ്ലിക്കാസ് ആയിരിക്കും പിന്നീട് ഓരോ രാജ്യങ്ങളും യൂസ് ചെയ്യുന്ന അവരുടേതായ മെഷർമെൻറ്റ് സിസ്റ്റംസ്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് യാർഡും എന്താണ് മീറ്റർ സിസ്റ്റം എന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ്. അപ്പോൾ ആ ഒരു പ്രോട്ടോടൈപ്പ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് ഫോളോഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ അവിടെ നമുക്കൊരു ബാറുണ്ട്. ഈ കാണുന്നതാണ് ഒരു ബാറ്. മീൻസ് ഒരു സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ഒരു ബാറാണ്. അപ്പോൾ ദ എംപിരിക്കൽ സ്റ്റാൻഡേർഡ് യാർഡ് ഈസ് എ ബ്രോൺസ് ബാർ ഓഫ് 1 സ്ക്വയർ ഇഞ്ച് ക്രോസ് സെക്ഷൻ. അതായത് ഒരു സ്ക്വയർ ഇഞ്ച് ക്രോസ് സെക്ഷനുള്ള ഒരു ബാർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ബാറിൻ്റെ പ്രത്യേകത എന്താണ്? ആ ബാർ നിർമ്മിച്ചിരിക്കുന്നത് 82% കോപ്പറും 13% ടിന്നും 5% സിങ്കും കൊണ്ടാണ്. ആൻഡ് 38 ഇഞ്ചസ് ലോങ്, 38 ഇഞ്ച് ലോങ് ഉള്ളതായിട്ടുള്ള ഒരു ബാറാണ്. ആ ബാറിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ബാറിൽ ഇനി എന്താ പ്രത്യേകത? The bar has 2 half-inch diameter and half-inch deep holes. അപ്പോൾ ഈ ബാറിൻ്റെ കണ്ടോ, 2 സൈഡിലായിട്ട് 2 എൻഡുകളിലായിട്ട് 2 ഹോൾസ് ഉണ്ട്. ആ ഹോളിൻ്റെ പ്രത്യേകത എന്താണ്? 1/2 ഇഞ്ച് ഡയമീറ്ററും 1/2 ഇഞ്ച് ഡെപ്തും ഉള്ള ഹോളാണ്. അതായത് 1/2 ഇഞ്ച് ഡയമീറ്ററും അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഡെപ്തും ഉള്ള ഹോളായിരിക്കും ഈ കാണുന്നത്. അത് ആ ഹോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 36 ഇഞ്ച്.
അപ്പോൾ 36 ഇഞ്ച് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് 2 ഹോള് നമ്മൾ ആ ഒരു ബാറിൽ ഡ്രിൽ ചെയ്യുന്നു. ആ ഹോളിൻ്റെ പ്രത്യേകത 1/2 ഇഞ്ച് ഡയമീറ്ററും 1/2 ഇഞ്ച് ഡെപ്തും ഉള്ള ഹോളാണ്. അതാണ് ഈ കാണുന്ന ഹോൾ. ഈച്ച് ഹോൾ ഈസ് ഫിറ്റഡ് വിത്ത് 1/10 ഇഞ്ച് ഡയമീറ്റർ ഗോൾഡ് പ്ലഗ്. അപ്പോൾ ഈ ഓരോ ഹോളിലും 2 ഗോൾഡ് പ്ലഗ് ഫിറ്റ് ചെയ്ത് വെക്കുന്നു, അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു. ഈ കാണുന്ന രീതിയിൽ ഗോൾഡ് പ്ലഗ് ഇറക്കി വെക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗോൾഡ് പ്ലഗിൻ്റെ ടോപ്പ് സൈഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും ഗോൾഡ് പ്ലഗ് ആ ഒരു ഹോളിനകത്ത് ഇറക്കി ഫിറ്റ് ചെയ്ത് വെക്കുക. The top surface of these plugs lie on the neutral axis of the bronze bar. ബ്രോൺസ് ബാറിൻ്റെ ന്യൂട്രൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഗോൾഡ് പ്ലഗ് ഇറക്കി വെക്കുക. Then the top surface of the gold plugs are highly polished. ഈ ഗോൾഡ് പ്ലഗിൻ്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഹൈലി പോളിഷ്ഡ് ആയിരിക്കും. And contains 3 lines engraved transversely and 2 lines longitudinally. അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ലൈൻസ് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഈ ഗോൾഡ് പ്ലഗിൻ്റെ ടോപ്പ് സർഫസിൽ. അപ്പോൾ 3 വെർട്ടിക്കൽ ലൈൻസും 2 ഹൊറിസോണ്ടൽ ലൈൻസും. ദെൻ എന്താണ് യാർഡ്? യാർഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സെൻട്രൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഓൺ ദ പ്ലഗ്സ്. യാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡ് പ്ലഗിൻ്റെ സെൻട്രൽ ലൈൻ മുതൽ അടുത്ത ഗോൾഡ് പ്ലഗിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ദൂരത്തെ 1 യാർഡ് എന്ന് ഫിക്സ് ചെയ്തു. അതാ അത്തരത്തിൽ ഈ ലൈൻ ടു ലൈൻ ഡിസ്റ്റൻസ് 1 യാർഡ് എന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രോട്ടോടൈപ്പ് ചെയ്തെടുത്തത്. ദെൻ അപ്പോഴും നമുക്ക് ഈ ഒരു പ്രോട്ടോടൈപ്പ് ഏത് ഒരു അറ്റ്മോസ്ഫിയർ കണ്ടീഷനാണ് വെക്കുന്നത്? The temperature of the bar is constant at 62 degree Fahrenheit. Then the bar is supported on rollers in a specified manner to prevent fluxture. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ പർട്ടിക്കുലർ ക്ലൈമറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഉള്ള ഒന്നാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ്. ദെൻ 1 യാർഡ് എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ്. ഇതിനടുത്തതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്റർ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്റർ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ഇൻ 1875. ദെൻ ദിസ് പ്രോട്ടോടൈപ്പ്, ഈ പ്രോട്ടോടൈപ്പ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാറ്റിനം ഇറീഡിയം അലോയ്. 90% പ്ലാറ്റിനം, 10% ഇറീഡിയം ആണ്. അപ്പർ സർഫസ് ഈസ് ഹൈലി പോളിഷ്ഡ് and 2 lines engraved over it. അപ്പോൾ ഈ ടോപ്പ് സർഫസ് ഇത് ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസാണ് ഈ ടോപ്പ് സർഫസ്. ദെൻ ഈ ടോപ്പ് സർഫസിൽ 2 ലൈനുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 lines engraved over it. The bar is kept at 0 degrees Celsius and under normal അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ ബാർ 0 ഡിഗ്രി സെൽഷ്യസിലും അതുപോലെ തന്നെ നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിലുമാണ് സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ എന്താണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കേസിൽ പറഞ്ഞ പോലെ 2 ലൈനുകൾക്കിടയിലുള്ള ദൂരം 1 യാർഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ 2 ലൈനുകൾക്കിടയിലുള്ള ദൂരം 1 മീറ്റർ എന്ന് പറയണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു ടോപ്പ് സർഫസ് ഹൈലി പോളിഷ്ഡ് ചെയ്ത് ആ സർഫസിലെ 2 ലൈൻസ് മാർക്ക് ചെയ്തു 2 എൻഡുകളിലായിട്ട്. ദെൻ എന്താണ് the distance between the center portions of 2 lines engraved on the polished surface of this bar of platinum iridium alloy is taken as 1 meter. Then ആ പോളിഷ്ഡ് സർഫസിൽ മാർക്ക് ചെയ്ത 2 ലൈനുകൾക്കിടയിലുള്ള ദൂരം 1 മീറ്റർ ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഇവിടെ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഈ ഒരു സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 റോളേഴ്സ് ഉണ്ടാകും. റോളേഴ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 centimeter ഡയമീറ്റർ. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോളേഴ്സ് ഈസ് കെപ്റ്റ് അറ്റ് 589 mm. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സെക്ഷൻ ഈസ് 102 centimeter.
അപ്പോൾ അതാണ് നമുക്ക് ലെന്തിന് വേണ്ടിയുള്ള രണ്ട് സ്റ്റാൻഡേർഡ്സ്, രണ്ട് പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചു. രണ്ട് ലൈൻ സ്റ്റാൻഡേർഡ്, ഇമ്പീരിയൽ യാർഡ് സിസ്റ്റവും ദെൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീറ്ററും. ഇനി എന്തൊക്കെയാണ് ഈ ലൈൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? സ്കെയിൽസ് ആർ accurately engraved, but it is difficult to take the full advantage of this accuracy. Then a scale is quick and easy to use over a wide range of measurements. The wear on the leading ends result in undersizing, etc. Then end standard. എന്താണ് എൻഡ് സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. ആ പേര് പോലെ തന്നെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള സ്റ്റാൻഡേർഡിനെയാണ് എൻഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. ഓക്കെ. When the length being measured is expressed as the distance between two flat parallel surfaces or ends, known as end standards. ഇപ്പോൾ രണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള പാരലൽ സർഫസുകളാണ് ഇവിടെ എൻഡ് ആയിട്ട് വരിക. അത് തമ്മിലുള്ള ദൂരമാണ് എൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എൻഡ് ബാർ, സ്ലിപ്പ് ഗേജ്, മൈക്രോമീറ്റേഴ്സ് എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരും. മൈക്രോമീറ്റർ എടുക്കുവാണെങ്കിൽ ആ മൈക്രോമീറ്ററിൻ്റെ അൻവിൽസ്, അതിൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് പാരലാണ്, ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഉള്ള ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസാണ്. ദെൻ ഈ കാണുന്നതാണ് മൈക്രോമീറ്റർ. അതിൻ്റെ ആ മൈക്രോമീറ്ററിൻ്റെ ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് എൻഡുകൾക്കിടയിലുള്ള ദൂരത്തെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന രീതിയിൽ മെഷർ ചെയ്യുന്നു. Then characteristics of end standards. End standards are highly accurate. They are time consuming in use. End standards are subjected to wear on their measuring phases. കാരണം രണ്ട് എൻഡ് ഫേസുകൾക്കിടയിൽ വെച്ചാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാകാം. ദെൻ they are not subject to parallax effect, etc. Then ലൈൻ സ്റ്റാൻഡേർഡും എൻഡ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള അതിൻ്റെ ഒരു കമ്പാരിസനാണ്. ലൈൻ സ്റ്റാൻഡേർഡ് മീൻസ് രണ്ട് ലൈനുകൾക്കിടയിലുള്ള ദൂരമാണ്. എൻഡ് സ്റ്റാൻഡേർഡ് രണ്ട് എൻഡുകൾക്കിടയിലുള്ള ദൂരം. Then measurement is easy and quick for line standard, requires skill for end standard. മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ അവിടെ കുറേയും കൂടെ സ്കില്ല് വേണം. മറിച്ച് രണ്ട് ലൈനുകൾക്കിടയിലുള്ള ദൂരം എന്ന രീതിയിലുള്ള സ്കെയിലുകൾ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ അവിടെ എളുപ്പമാണ്. റേറ്റ് ഓഫ് വിയർ. ഇൻ ലൈൻ സ്റ്റാൻഡേർഡ് സ്കെയിൽ മാർക്കിങ്സ് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു വിയർ. ഹൗവർ സിഗ്നിഫിക്കൻറ്റ് വിയർ മേ ഒക്കർ അറ്റ് ലീഡിംഗ് എൻഡ്. ദെൻ എൻഡ് സ്റ്റാൻഡേർഡ് സബ്ജക്റ്റഡ് ടു വിയർ ഓൺ ദെയർ മെഷറിംഗ് സർഫസ്. നമുക്കറിയാം ആ ഒരു സർഫസിലാണ് മൈക്രോമീറ്ററിൻ്റെ രണ്ട് സർഫസിലായിട്ടായിരിക്കും വിയർ ഉണ്ടാവുക. അലൈൻമെൻറ്റ്സ് cannot easily aligned with the axis of measurement, can be easily aligned. Then parallax effect ആണ് subject to parallax error, not subject to parallax error. Manufacture and cost simple to manufacture, manufacturing process is complex. Then accuracy limited to plus or minus 0.2. end standard എന്ന് പറയുമ്പോൾ high accurate ആണ്. ഇനി അടുത്തതാണ് വേവ് ലെന്ത് സ്റ്റാൻഡേർഡ്. പേര് പോലെ തന്നെ വേവ് ലെന്തിനെ സ്റ്റാൻഡേർഡായി യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് ലെന്തിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ കണ്ട ലൈൻ സ്റ്റാൻഡേർഡ് ആയാലും എൻ സ്റ്റാൻഡേർഡ് ആയാലും അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ ആണ്. മാത്രമല്ല അതൊരു പർട്ടിക്കുലർ ലബോറട്ടറി സെറ്റപ്പിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു പ്രോട്ടോടൈപ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഒന്നാണ്. അത് പ്രത്യേക ഒരു ക്ലൈമറ്റിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് ലൈൻ സ്റ്റാൻഡേർഡും എൻഡ് സ്റ്റാൻഡേർഡും. പക്ഷേ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ അത് ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു റേഡിയേഷൻ്റെ വേവ് ലെന്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചാൽ അത് ഈസിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളിനി വേവ് ലെന്ത് സ്റ്റാൻഡേർഡിൽ നോക്കാൻ പോവുക. ദ വേവ് ലെന്ത് ഓഫ് എ സെലക്ടഡ് റേഡിയേഷൻ ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രോട്ടോടൈപ്പിലാണ് ഇത്ര ദൂരം 1 മീറ്റർ നമുക്ക് സെറ്റ് ചെയ്തെങ്കിൽ ഇനി ഒരു വേവ് ലെങ്ത്, ഒരു ലൈറ്റിൻ്റെ റേഡിയേഷൻ്റെ വേവ് ലെന്തിനെ ബേസ് ചെയ്തുകൊണ്ട്
ഇത്ര ദൂരം 1 മീറ്റർ അല്ലെങ്കിൽ ഇത്ര ദൂരം 1 യാർഡ് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോവുക. Then in 1907, the International Angstrom unit was defined in terms of wavelength of red cadmium in dry air at 15 degrees Celsius. Then, according to this standard, meter was defined as equal to this much wavelength of the red-orange radiation of krypton isotope 86 gas. അപ്പോൾ വേവ്ലെങ്ത് സ്റ്റാൻഡേർഡിൽ നമ്മൾ ആദ്യം എടുത്ത അല്ലെങ്കിൽ 1960 11th കോൺഫറൻസിൽ ഓപ്റ്റ് ചെയ്ത കാര്യമാണ് ക്രിപ്റ്റോൺ 86 എന്ന് പറയുന്ന റേഡിയേഷൻ. ആ റേഡിയേഷൻ്റെ എത്രയും വേവ് ലെന്തുകളാണ് ചേരുന്ന ഒന്നാണ് 1 മീറ്റർ. ദാറ്റ് ഈസ് 1 മീറ്റർ വാസ് ഡിഫൈൻഡ് ആസ് ഈസ് ഈക്വൽ ടു ഇത്രയും വേവ് ലെങ്ത്സ് ഓഫ് krypton isotope 86 gas. Then 1 meter is equal to this much wavelength. Also 1 yard is equal to this much wavelength. Then meter as of today. Then പിന്നീട് എന്ത് സംഭവിച്ചു? 17 ജനറൽ കോൺഫറൻസിൽ പുതിയൊരു സ്റ്റാൻഡേർഡ് വേവ് ലെങ്തിൽ തന്നെ പുതിയൊരു റേഡിയേഷൻ എടുക്കാമെന്ന തീരുമാനത്തിലേക്ക് പോയി. Then accordingly a meter is now defined as the length of the path traveled by light in vacuum in this seconds. അപ്പോൾ ഇപ്പോഴുള്ള സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? ലൈറ്റ് വാക്വത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു ഇത്രയും സെക്കൻഡ് കൊണ്ട്, ദാറ്റ് ഈസ് 1 മീറ്റർ. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ലൈറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ഒരു സ്റ്റാൻഡേർഡ് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. അപ്പോൾ മീറ്റർ മീൻസ് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ ദിസ് സെക്കൻഡ്സ്. ദെൻ എന്തൊക്കെയാണ് വേവ് ലെങ്ത് സ്റ്റാൻഡേർഡിൻ്റെ അഡ്വാൻറ്റേജസ്? നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയൺമെൻറ്റൽ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് നേരത്തെ നമ്മൾ ലൈൻ സ്റ്റാൻഡൊക്കെ പഠിച്ചപ്പോൾ അതൊരു പർട്ടിക്കുലർ റൂം സെറ്റപ്പിൽ അല്ലെങ്കിൽ ലബോറട്ടറി കണ്ടീഷനിലാണത് സെറ്റ് ചെയ്ത് വെച്ചത്. കാരണം ആംബിയൻ്റ് കണ്ടീഷൻസ് മൂലം മെഷർമെൻറ്റിൽ എറർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വേവ് ലെങ്തിനെ സ്റ്റാൻഡേർഡ് ആക്കുമ്പോഴുള്ള ഗുണം എന്താ? നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയൺമെൻറ്റൽ കണ്ടീഷൻ. ലൈറ്റ് അതിൻ്റെ റേഡിയേഷൻ അത് എൻവയൺമെൻറ്റൽ കണ്ടീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അത് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ലബോറട്ടറി സെറ്റപ്പിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചെലവുകളോ ആവശ്യമില്ല. ദെൻ നീഡ് നോട്ട് ടു ബി പ്രിസർവ്ഡ് ഓർ സ്റ്റോർ. ലൈറ്റ് അവൈലബിൾ ആണ്, ഇതിനെ പ്രിസർവ് ചെയ്യേണ്ടോ സ്റ്റോർ ചെയ്യേണ്ടോ കാര്യമില്ല. നോട്ട് സബ്ജക്റ്റ് ടു ഡിസ്ട്രക്ഷൻ ബൈ വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ മൂലം ഡിസ്ട്രക്ഷൻ ഉണ്ടാകത്തില്ല, കാരണം ലൈറ്റ് ആണ്. ദ സ്റ്റാൻഡേർഡ് ഈസ് ഈസിലി അവൈലബിൾ, നോ പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫറിങ് സ്റ്റാൻഡേർഡ്. ദെൻ സബ് ഡിവിഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. ദേ ആർ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് പ്രിസർവ്ഡ് അണ്ടർ മോസ്റ്റ് കെയർഫുൾ കണ്ടീഷൻ. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ച ഇൻ്റർനാഷണൽ പ്രോട്ടോടൈപ്പ് മീറ്റർ ആൻഡ് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അണ്ടർ മോസ്റ്റ് കെയർഫുൾ കണ്ടീഷനിൽ പ്രിസർവ് ചെയ്തുകൊണ്ട് കീപ്പ് ചെയ്യുന്ന ഒന്നാണ്. ദേ ആർ നോട്ട് യൂസ്ഡ് ഫോർ ഡയറക്ട്ലി ഫോർ മെഷർമെൻറ്റ്സ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ്, ഈ ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ലബോറട്ടറി സെറ്റപ്പിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടി, ലോക്കൽ മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടി വീക്കിലി യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സിൻ്റെ ഉപയോഗം എന്താണ്? പിന്നീട് they are used once in 10 or 20 years for calibrating secondary standards. ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സിൻ്റെ കോപ്പികളായ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിനെ കാലിബ്രേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശമുണ്ട് ഈ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ്സിന്. ദെൻ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. ദീസ് ആർ ക്ലോസ് കോപ്പീസ് ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു ഡിസൈൻ, മെറ്റീരിയൽ ആൻഡ് ലെങ്ത്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ ക്ലോസ് ആയിട്ടുള്ള കോപ്പികളാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ
They are kept at a number of places under great supervision and serve as a reference for tertiary standards. അപ്പോൾ സെക്കൻഡറി സ്റ്റാൻഡേർഡും നമ്മൾ ഗ്രേറ്റർ സൂപ്പർവിഷൻ ഏറ്റവും നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? ടേർഷറി സ്റ്റാൻഡേർഡ്സ്, ആ ടേർഷറി സ്റ്റാൻഡേർഡ്സിൻ്റെ റെഫറൻസ് പർപ്പസിന് വേണ്ടിയാണ് ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ദിസ് ഓൾസോ ആക്ട് ആസ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ലോസ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്. ഇപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡിൽ നഷ്ടപ്പെട്ടു പോയാലോ ലോസായി പോയാലോ അതിൻ്റെ ഒരു ക്ലോസ് കോപ്പിയാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു സേഫ് സൈഡ് എന്ന രീതിയിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡിനെ കാണാൻ സാധിക്കുന്നു. ദെൻ tertiary standards. Tertiary standards are the reference standards to be used for reference in laboratories and workshops. അപ്പോൾ ലബോറട്ടറീസിലും വർക്ക്ഷോപ്പിലും റെഫറൻസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് tertiary standards. They are made as close copies of secondary standards and are kept as a reference for comparison with working standards. അപ്പോൾ ഇനി വരുന്ന അടുത്ത സ്റ്റാൻഡേർഡായ വർക്കിംഗ് സ്റ്റാൻഡേർഡിൻ്റെ കമ്പാരിസണിന് വേണ്ടി ടെർഷറി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ സെക്കൻഡറി സ്റ്റാൻഡേർഡിൻ്റെ ക്ലോസ് കോപ്പിയാണ്. അതോടൊപ്പം തന്നെ ഈ ടെർഷറി സ്റ്റാൻഡേർഡ് ലബോറട്ടറീസിലും വർക്ക്ഷോപ്പിലുമാണ് യൂസ് ചെയ്യുക. ദെൻ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ സിമിലർ ഇൻ ഡിസൈൻ ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റാൻഡേർഡ്സ് ബട്ട് ബീങ് ലെസ് ഇൻ കോസ്റ്റ് ആൻഡ് are made of low grade materials. They are used for general application in metrology laboratories. ഒരു വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് ലോ ഗ്രേഡ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ മെട്രോളജി ലാബിലെ ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പം വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യാം, മാനുഫാക്ചറിൽ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയും വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സാണ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റീൽ റൂള് അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആ സ്കെയിൽ ഒരു വർക്കിംഗ് സ്റ്റാൻഡേർഡാണ്. ദെൻ സ്റ്റാൻഡേർഡ്സിനെ പിന്നീടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെഫറൻസ് സ്റ്റാൻഡേർഡ്സ്, റെഫറൻസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെ റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്നും, കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെ കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ് എന്നും, ഇൻസ്പെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഇൻസ്പെക്ഷൻ സ്റ്റാൻഡേർഡ്സ്, വർക്കിംഗ് മീൻസ് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്റ്റാൻഡേർഡ്സിനെ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. കാരണം വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ലീനിയർ മെഷർമെൻറ്റ് ഡിവൈസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. താങ്ക് യു.